എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു. ഒരുപാട് ആൾക്കാർ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ശരിക്കും മനസ്സ് നിറഞ്ഞു പോയി കേട്ടോ. ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ബിഷപ്പ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, കിച്ചുവിൻ്റെ പല കാര്യങ്ങളും തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നു വിചാരിച്ചു, എന്താണ് കിച്ചുവിൻ്റെ ആ കാര്യം, അങ്ങനെ ഒരു സംശയത്തോടെ അവനെ കാണുന്നു വിചാരിച്ചു. പക്ഷേ സന്തോഷം എന്നൊരു കാര്യം, ഒരുപാട് അമ്മമാരുടെ മനസ്സ് കാണാൻ പറ്റി. അവരുടെ മകനെ പോലെ അല്ലെങ്കിൽ അവരുടെ മകനായിട്ട് തന്നെ കിച്ചുവിനെ ചേർത്ത് പിടിക്കുന്നത് കാണാൻ പറ്റി. അത് കമൻറ്റ് ബോക്സിലൂടെ ആണെങ്കിൽ പോലും അവരവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു. മനസ്സ് നിറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, ആ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു, എനിക്കും അതേ പ്രായത്തിലൊരു അനിയനുണ്ട്. അപ്പോൾ എൻ്റെ അനിയനാണ് ഇതുപോലത്തെ അവസ്ഥ വന്നാൽ ഞാൻ പ്രതികരിക്കില്ലേ, ഞാൻ സംസാരിക്കില്ലേ? ആ ഒരു ചിന്തയാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള അവരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വീഡിയോയും ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട്. ബിഷപ്പ് സംസാരിച്ച കാര്യങ്ങൾ, ബിഷപ്പ് രേഷ്മ പി തങ്കച്ചനോടൊപ്പം നിന്ന് സംസാരിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് എത്രമാത്രം വെറുപ്പാണ് കിച്ചുവിനോട് ഉള്ളതെന്ന് പ്രകടിപ്പിച്ചു. അതെന്തിനു വേണ്ടിയാണെന്നാണ് എന്നെ ചിന്തിപ്പിച്ചൊരു ചോദ്യം. കാരണം കിച്ചു അദ്ദേഹത്തിനോട് മോശമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. കിച്ചു അദ്ദേഹത്തിനോട് ഒരു രീതിയിലും അനാവശ്യമായിട്ട് പെരുമാറിയിട്ടില്ല. പിന്നെ എന്തിനാണ് ബിഷപ്പ് കിച്ചുവിനെതിരെ സംസാരിച്ചത്? ആർക്ക് വേണ്ടിയാണ്? ആരാവശ്യപ്പെട്ടിട്ടാണ്? അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ആ ചാനൽ എന്തിനാ അവിടെ എത്തി? ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വെക്കാനുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നത് ഇതൊന്നുമല്ല. നിങ്ങൾക്ക് റൂഹി ജാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അറിയാമോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇവരുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് അവർ ആത്മാവിനോട് സംസാരിക്കാറുണ്ട്. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്, ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്, ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, ഞാൻ മോസ്കിൽ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇവർ അവകാശപ്പെടുന്നൊരു കാര്യം, ഞാൻ ആത്മാവിനോട് സംസാരിക്കാറുണ്ട്, ഞാൻ ആത്മാക്കളോട് സംവദിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു വീഡിയോ, ഞാനിതിൽ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഇവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് ശക്തമായ താക്കീതാണ് ബിഷപ്പിന് അവർ കൊടുക്കുന്നത്. ബിഷപ്പിന് മാത്രമല്ല, രേഷ്മ പി തങ്കച്ചന് കൊടുക്കുന്നത്. ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, അവരതിനകത്ത് പറഞ്ഞ ഒരു പോയിന്റ്, നമ്മൾ എന്തായാലും തിന്മയ്ക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗോൾഡ് അതുപോലുള്ള സംഭവങ്ങൾക്ക് എതിരെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ദുബായ് വിഷയങ്ങൾ ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. റൂഹി ജാൻ ആവശ്യപ്പെടുന്നത്, രേഷ്മ പി തങ്കച്ചന് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇപ്പോഴത്തെ സുഖമില്ലായ്മ ഭേദമാവൂ എന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. അതിന് മുൻപൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, കിച്ചുവിനെ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന്, അവനെ ഒന്ന് ആശ്വസിപ്പിക്കണം, സമാധാനിപ്പിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയട്ടെ, ബിഷപ്പിൻ്റെ വീഡിയോ വന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ കിച്ചുവിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ നല്ല ടെൻഷനിലായിരുന്നു. ടെൻഷൻ വേറൊന്നുമല്ല, അവൻ്റെയും സംശയം ഇതായിരുന്നു, എന്തിനാണ് ബിഷപ്പ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ അദ്ദേഹത്തിന് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല. അവൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ബിഷപ്പ് എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ അദ്ദേഹത്തിന് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, അദ്ദേഹത്തോട് ഒരു രീതിയിൽ ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. പിന്നെ അദ്ദേഹം എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത്, എനിക്കെതിരെ സംസാരിച്ചത്? അവൻ സങ്കടപ്പെട്ടുകൊണ്ട് എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഇതിന് നീ മറുപടി പറയാനും പോകണ്ട, നീ നിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. നിനക്ക് എന്താണോ ചെയ്യാനുള്ളത്, നിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണോ അതുമായിട്ട് നീ മുന്നോട്ട് പോവുക. നിനക്ക് എന്താണോ വീഡിയോ ചെയ്യാനുള്ളത് ആ വീഡിയോകൾ നീ യൂട്യൂബിൽ ചെയ്യുക. ഇങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രം മതി. നീ ആർക്കും മറുപടി പറയാൻ പോകണ്ട, ആരോടും നീ ഈ കാര്യം സംസാരിക്കാൻ പോകണ്ട എന്ന് കിച്ചുവിനോട് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെയും കിച്ചുവിനെ വിളിച്ചു, കിച്ചുവിനോട് സംസാരിച്ചു. അവൻ ഇന്നലെ ഓക്കെയാണ്. കാരണം ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് ഈ വിഷയം ഏറ്റെടുത്ത് സംസാരിക്കുകയുണ്ടായി. കിച്ചു അവൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ അവന് സംഭവിച്ച തെറ്റുകൾ ഏറ്റുപറയുണ്ടായി. ചിലപ്പോൾ ഇനിയും പറയാനുണ്ടാവും. കാരണം അവൻ്റെ 20% മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. 80% ഇനിയും പറയാനുണ്ട്. അവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവുമായിരിക്കും. എന്നാൽ അതെല്ലാം അവൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചതാണ്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു മകനുണ്ടെങ്കിൽ, അവനൊരു തെറ്റ് സംഭവിച്ചാൽ നമ്മൾ അവനെ ചവിട്ടി പുറത്ത് കളയത്തില്ല. ആ തെറ്റ് പറഞ്ഞു കൊടുത്ത്, ആ തെറ്റ് തിരുത്തി കൊടുത്ത് നമ്മൾ അവനെ കൂടെ ചേർക്കത്തേ ഉള്ളൂ. അത് തന്നെയാണ് എല്ലാ മനുഷ്യരും, ഈ പറയുന്ന കമൻറ്റ് ബോക്സിലൂടെ ആണെങ്കിലും റിയാക്ഷൻ വീഡിയോകളിലൂടെ ആണെങ്കിലും എല്ലാ മനുഷ്യരും കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ചെയ്തത് അത് തന്നെയാണ്. അവൻ്റെ തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട്, അവൻ സംഭവിച്ച തെറ്റ് മനസ്സിലാക്കി അവൻ തിരിച്ചു വന്നു. ഇനി അവരൊരു തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം എല്ലാവരും അവൻ്റെ കൊടുത്തിട്ടുണ്ടാവും. അവൻ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും എല്ലാവരും തയ്യാറാവും. മനുഷ്യരാണ്, തെറ്റ് സംഭവിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ ആ തെറ്റിനെ അധിക്ഷേപിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ചളിവാരി എറിഞ്ഞ് അവനെ കൊല്ലാക്കൊലല്ല ചെയ്യേണ്ടത്. പകരം അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ ആ പ്രായത്തിൻ്റെ വികൃതിയായിട്ട് കണ്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പ്രത്യേകിച്ച് ഒരു വൈദികൻ. അദ്ദേഹം എല്ലാ ആൾക്കാരും ചേർത്ത് പിടിക്കേണ്ട ഒരു മനുഷ്യനാണ്, ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം തെറ്റുപറ്റിപ്പോയി. തെറ്റാണ് സംഭവിച്ചത്. അത് അക്സെപ്റ്റ് ചെയ്ത് അദ്ദേഹം മാറ്റി പറയാൻ തയ്യാറായാൽ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായാൽ, അത് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ ആരുടെയൊക്കെയോ സ്റ്റോറിയാണ്, ആരൊക്കെയോ എഴുതി കൊടുത്ത പോലെ പറയുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നാവിൽ വികട സരസ്വതി വിളയാടിയിരുന്ന സമയത്തായിരിക്കും ആ ഇൻ്റർവ്യൂ കൊടുക്കാൻ തോന്നിയത്. ഇനി ഇതിനകത്ത് സംഭവിച്ച മറ്റൊരു കാര്യം, രേഷ്മ പി തങ്കച്ചനെ ആരൊക്കെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ
അവരെ കൊണ്ടെല്ലാം അവർ തിരുത്തി പറയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ അവർക്ക് അഹങ്കരിക്കാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊന്നും എൻ്റെ വിഷയങ്ങളല്ല. ഞാൻ ആ വിഷയം സംസാരിക്കുന്നില്ല. അവരെ സംബന്ധിക്കുന്ന വിഷയം സംസാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ റൂഹി ജൈൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ അറിയണം. വളരെ കുറച്ച് പേര് മാത്രമേ അതൊക്കെ കണ്ടിട്ടുള്ളൂ തോന്നുന്നു. കാരണം അവരുടെ ചാനലിൽ വന്ന ചാനലിനകത്ത് വളരെ കുറച്ച് പേര് മാത്രമേ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. അച്ഛനെ ശക്തമായിട്ട് താക്കീത് ചെയ്യുന്നുണ്ട്. കിച്ചുനെ വിട്ടേക്ക്. ബിഷപ്പിന്റെ ഇന്റർവ്യൂ വരുന്നതിന് മുൻപ് തന്നെ റൂഹി ജാൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. സുധിയുടെ ആത്മാവ് കിച്ചുവിന്റെയും ഋതപ്പന്റെയും കൂടിയാണെന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കുന്നത് എനിക്ക് അറിയില്ല. ഒരു കാലത്ത് ഞാനും ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ചില അനുഭവങ്ങൾ, ചില തിരിച്ചറിവുകൾ, അതൊക്കെയാണ് എന്നെയും ഇത് വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചത്. ഇവിടെയും റൂഹി ജാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അത് പറയുന്ന കേട്ടപ്പോൾ ഒരു പക്ഷേ അതുപോലെ ചെയ്താൽ പലർക്കും മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തോന്നി. ഒന്നുമില്ലെങ്കിലും പലരുടെയും മനസ്സിലെ ചിന്താഗതികൾ മാറും. പലരും മാറി ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെയെങ്കിലും ആൾക്കാരിൽ നന്മയുണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും റൂഹി ജാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. അവർ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് കിച്ചുവിനെ വെറുതെ വിട്ടേക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞ അതേ പോയിന്റ്, അവനെ തുടരുത്, അവനെ വെറുതെ വിട്ടേക്ക്. അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ ജീവിതം എന്താണെന്ന് വെച്ചാൽ അത് മുന്നോട്ട് തേടി പിടിച്ചോട്ടെ. അവൻ അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അവൻ്റെ ടീഷർട്ട് ബ്രാൻഡും അതുപോലെ തന്നെ അവൻ്റെ ഈ പറയുന്ന കൊളാബ് ചെയ്തുള്ള പരിപാടികളും പ്രൊമോഷൻസും ഒക്കെ ആയിട്ട് അവൻ ജീവിച്ചു പോട്ടെ. എന്തിനാണ് അവനെ ഉപദ്രവിക്കുന്നത്? അവനായിട്ട് ആരുടെയും പുറകെ വന്ന് ഒന്നിനും വരുന്നില്ല. ഇനി നിങ്ങൾക്ക് അവന് വീട് കൊടുക്കാൻ താല്പര്യമില്ലയോ? നിങ്ങൾ പറയുക ഈ വീട് തരാൻ താല്പര്യമില്ല. അവൻ സന്തോഷത്തോടെ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. കാര്യം വാങ്ങിച്ചിട്ട് പഴി കേൾക്കുന്നേക്കാൾ നല്ലതാണ് അത് വാങ്ങാതിരിക്കുന്നത്. അവൻ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. കിച്ചുവിനോട് എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു റിയാക്ഷനും ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ചാനലിൽ കൂടി അവനൊന്ന് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവനത് ചെയ്യില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവൻ ചെയ്യില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റും, ബാക്കി അവൻ്റെ ഇഷ്ടമാണ് അവൻ എന്ത് ചെയ്യണം എന്നുള്ളത്. പറയേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ അത് ഒരുപാട് അമ്മമാരുടെ വാക്ക് പ്രകാരം ചെയ്തൊരു കാര്യമാണ്. അവനോട് സംസാരിച്ചിട്ടുണ്ട്. അവൻ ഓക്കെയാണ്, വേറെ കുഴപ്പമില്ല. അവൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്ന് രാവിലെ തന്നെ അവനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവൻ്റെ ടീഷർട്ട് ബ്രാൻഡിൻ്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് അവൻ ആ പ്രോഡക്റ്റ് അയച്ചു തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് അവനെ കൊടുക്കുക. അവൻ്റെ വീഡിയോകൾക്കാണെങ്കിലും അവൻ്റെ ബ്രാൻഡിനാണെങ്കിലും സപ്പോർട്ട് കൊടുക്കുക. അവനെ ചേർത്ത് പിടിക്കുക. നിങ്ങൾ ഇപ്പോൾ ചേർത്ത് പിടിക്കുന്ന പോലെ അവനെ ചേർത്ത് പിടിക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, കിച്ചു തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം, ഇനി ഫ്യൂച്ചറിലാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനാണ്, ഫ്യൂച്ചറിലാണെങ്കിലും അവൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം അവൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ ഉണ്ടാവും എന്തായാലും. അത് ഞാനിവിടെ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. കാരണം അവനും എൻ്റെ അനിയനും ഒരേ പ്രായമാണ്. എൻ്റെ അനിയനെ കാണുന്ന പോലെ തന്നെയാണ് ഞാനിപ്പോൾ അവനെയും കാണുന്നത്. ഇനി നമുക്ക് റൂഹി ജാൻ എന്താണ് പറയാനുള്ളത്? വളരെ ശക്തമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ആ വീഡിയോ കണ്ട ശരിക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവരുടെ ഒരു ഭാവമാറ്റം, അവരുടെ സംസാര രീതി, ഇതൊക്കെ ആരോ പറയിപ്പിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിത് പ്ലേ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും അവർക്ക് പറയാനുള്ള കാര്യം ഒന്ന് കേട്ടു നോക്കാം. നമസ്കാരം ടു എവരിവൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഐ ആം ഇൻ മൈ വർക്ക് പ്ലേസ്. ഞാൻ അതിന്റെ നടുക്ക് ഇൻ ബിറ്റ്വീൻ I'm taking this video is only and only for one person, and that is for Bishop. Shame on you. Shame on you, Bishop. It's really, really shame on you. Okay? Bishop, റേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. റേണു ബിഷപ്പിന്റെ നേരെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിഷപ്പ് forgive ചെയ്തത് it's a great thing because you're a bishop. You have to do that, right? ചെയ്തു. But why did you go behind Kichu? കിച്ചുവിന്റെ പിറകെ എന്തിനാ പോകുന്നേ? കിച്ചുവിന്റെ പിറകെ ബിഷപ്പ് എന്തിനാ പോകുന്നേ? I want to get that answer. Why are you doing that? You proved very clearly, you proved very well that you don't deserve to be bishop anymore. Okay? ഇനി ആ പൊസിഷനിൽ ഇരിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല ബിഷപ്പ്. ശരിക്കും ഇവർ പറയുന്ന ആ ഒരു പോയിന്റ്, എന്തിനാണ് കിച്ചുവിൻ്റെ പുറകെ, കിച്ചുവിന് വേണ്ടി അല്ലെങ്കിൽ കിച്ചുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം സംസാരിച്ചു, എന്നെ ഇന്നലെ ഫുള്ള് ചിന്തിപ്പിച്ചൊരു ചോദ്യമാണ്. ഇന്നലെ അല്ല, ആ ഇൻ്റർവ്യൂ വന്ന സമയം മുതൽ എന്നെ ചിന്തിപ്പിച്ചൊരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ രേണുവിനെ സപ്പോർട്ട് ചെയ്യാം, രേഷ്മ പി തങ്കച്ചിനെ സപ്പോർട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. കാരണം വഴിതെറ്റി പോയ കുഞ്ഞാടിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് ഒരു ആശ്രയം കൊടുക്കാം, ഒരു അഭയം കൊടുക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇതൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിനാർക്കും തർക്കമില്ല. അവരുടെ ഇപ്പോഴത്തെ അസുഖം, വയ്യായിക, അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിലുള്ള മലയാളികൾ ആയിട്ടുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റുകളെല്ലാം മറന്നുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ്? സുഖമില്ല എന്നുള്ള ഒറ്റ കാരണം. അതിനകത്ത് പോലും പല സിറ്റുവേഷൻസിലും അവർ വെള്ളം ചേർക്കുന്നുണ്ട്, പല കഥകളും അവർ ഉണ്ടാക്കുന്നുണ്ട്, പല ഇമോഷൻ ഡ്രാമയും നടത്തുന്നുണ്ട്. അതൊന്നും ഞാൻ സംസാരിക്കാൻ വരുന്നില്ല, എൻ്റെ കൺസേൺ അല്ലാതെ ഞാൻ വിട്ട വിഷയമാണ്. ഇതൊന്നും സൂചിപ്പിച്ച് പോയത് മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഒരുപാട് പേര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ബിഷപ്പിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തിന് കിച്ചുവിനെ അധിക്ഷേപിക്കുന്നു? പണ്ടവൻ അങ്ങനെയായിരുന്നു, എന്തുകൊണ്ട് ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല? അവൻ വീണ്ടും പഴയ ലെവലിലേക്ക് മാറണം എന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ പറയുന്നത്. ബിഷപ്പ് പറയുന്നത് കേട്ടു, ഇവിടെ ഒരു മുറിയുണ്ട്, വേണമെങ്കിൽ വന്ന് വാ പൂട്ടി ഇന്ന് താമസിച്ചോ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അവന് കൊടുത്ത വീടാണ്, അവനും അവൻ്റെ അനിയനും കൊടുത്ത വീടാണ്. ഒരു സമയത്ത് ബിഷപ്പ് പറയുന്നുണ്ടായിരുന്നു, സുധിയുടെ 2 മക്കൾക്കാണ് ഞാൻ വീട് കൊടുത്തത്, അല്ലാണ്ട് ഇപ്പോൾ അവിടെ താമസിക്കുന്നവർക്കല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ പറഞ്ഞ ബിഷപ്പ് എന്തിനു വേണ്ടി മാറ്റി പറഞ്ഞു? ആർക്ക് വേണ്ടി?
ആര് പറഞ്ഞിട്ട്? ഇതിന് മൂന്നിനും ബിഷപ്പ് മറുപടി പറയേണ്ടി വരും ദൈവസന്നിധിയിൽ. നിങ്ങളൊരു വൈദികനാണ്, ദൈവസന്നിധിയിൽ മറുപടി പറഞ്ഞേ പറ്റൂ, ഇന്നല്ലെങ്കിൽ നാളെ. റോഹിജാനും പറയുന്നത് അത് തന്നെയാണ്. ബാക്കി I don't think you will sit more in that position again. ഈ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് ബിഷപ്പ് പോസ്റ്റ് പറ്റില്ല. You are working like a normal person. You are talking like a normal human. Normal person. Huh? What do you think? ഇങ്ങനൊക്കെ ചെയ്തുമ്പോൾ ഇങ്ങനൊക്കെ പറയുമ്പോൾ God will support you? Never. God will be there with you? Never. You're giving pain for the souls. Oh, in your belief there is no souls, right? I believe too. You know who I am? Very soon you'll come to know who I am. Bishop, if you don't know about me, just go and check in these videos. Something you're waiting. റോഹിജാനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് റിഫ മെഹ്നു കേസിൽ, റിഫ എന്ന് പറയുന്ന കുട്ടീനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ദുബായിൽ വെച്ചിട്ട് മരണപ്പെട്ടത് അല്ല, കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി. റിഫയുടെ ആത്മാവുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് റോഹിജാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ വിളിച്ച് പറഞ്ഞ കുറേയധികം കാര്യങ്ങളുണ്ട്. ആ ഒരു സംഭവം എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാനും അതിൻ്റെ പുറകെ പോയില്ല. ആരാണ് റിഫ, എന്താണ് റിഫ, അതിൻ്റെ ശേഷം സംഭവിച്ച കാര്യങ്ങൾ, ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ പുറകെ പോയിട്ടില്ല. പക്ഷേ അതിനിപ്പുറം റോഹിജാൻ്റെ ഓരോ വീഡിയോകളും കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഇവർ പറയുന്ന പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പല കാര്യങ്ങളും. അപ്പോൾ അവർ പറയുന്നതിൽ എവിടേക്കോ എന്തൊക്കെയോ ശരികളുണ്ടെന്ന് തോന്നി. എനിക്കറിയില്ല ആരുടെ ആത്മാവിനോടാണ് ഇവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരങ്ങനെ സംസാരിക്കുന്നുണ്ടോ, ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവർ പറയുന്ന കാര്യങ്ങൾ അതിലൊരു വ്യക്തതയുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. ബാക്കി കേൾക്കാം. Okay. Very clearly I said in my last video, don't go behind Kichu. കിച്ചുവിന്റെ പിറകെ പോവരുത്, പോവാൻ പാടില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചുവിന്റെ പിറകെ പോയാൽ, anyone, ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും what is going to happen for you all. ബിഷപ്പിന്റെ ഇന്റർവ്യൂ വരുന്നതിന് തൊട്ട് തലേ ദിവസം റോഹിജാന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ ക്ലിയർലി പറയുന്നുണ്ട്, കിച്ചുവിനെ വെറുതെ വിട്ടേക്ക്, കിച്ചുവിന്റെ പുറകെ പോവല്ലേ എന്നവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബിഷപ്പിന്റെ ഇന്റർവ്യൂ ഞാൻ കാണുന്നത്. ശരിക്കും പറയുന്നത് എൻ്റെ കിളി പാറിപ്പോയി ബിഷപ്പിന്റെ ഇന്റർവ്യൂ കണ്ടിട്ട്. തലേ ദിവസം ഇവരിങ്ങനെ പറയുന്നു, പിറ്റേ ദിവസം ഇദ്ദേഹത്തിന് ഇന്റർവ്യൂ വരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയായി. പിറ്റേ ദിവസം രാവിലെ ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയാം, എനിക്ക് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ്. എന്തിന് ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു, ആർക്ക് വേണ്ടി സംസാരിച്ചു, എന്തിനു വേണ്ടി സംസാരിച്ചു? അങ്ങനെ സംസാരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ഇന്റർവ്യൂവിനകത്ത് രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ അസുഖത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാം. പക്ഷേ അദ്ദേഹം ആ സംസാരിച്ചതിനോടൊപ്പം തന്നെ മറു സൈഡ് കിച്ചുവിനെ എന്തിന് ഇത്രയും ആക്രമിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കാൻ ശ്രമിച്ചു. നിലവിൽ അവൻ്റെ കൂടെ ശരിയുള്ളതുകൊണ്ടാണ് ജനങ്ങൾ ഒന്നടങ്കം അവന് വേണ്ടി സംസാരിച്ചത്, അവന് വേണ്ടി വാദിച്ചത്. നാളെ അവന് തെറ്റ് സംഭവിച്ചാൽ ഇന്ന് സപ്പോർട്ട് ചെയ്തവർ അവനെ വിമർശിക്കുമായിരിക്കും. പക്ഷെ അപ്പോഴും തെറ്റ് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരു കൂട്ടം ആൾക്കാർ അവനുണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥയിൽ കിച്ചു ഒറ്റയ്ക്കാണെന്ന് ഞാൻ കരുതുന്നില്ല. കേരള സമൂഹത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാർ അവൻ്റെ പുറകിലുണ്ട്, അവന് വേണ്ടി സംസാരിക്കാനുണ്ട്. കാരണം ഇപ്പോൾ അവൻ ശരിയാണ്, അവൻ്റെ പാത ശരിയാണ്, അവൻ ശരിയുടെ പാതയിലൂടെ പോകുന്ന ഒരു കുഞ്ഞാണ്. അതുകൊണ്ട് മലയാളികൾ ഒന്നടങ്കം അവന് വേണ്ടി സംസാരിക്കും, അവൻ്റെ കൂടെ നിൽക്കും, അവനെ ചേർത്ത് പിടിക്കും. ഒരു മോറൽ സപ്പോർട്ട്, ഒരു മെൻ്റൽ സപ്പോർട്ട് അവന് കൊടുക്കാനുണ്ടാവും. മനുഷ്യനാണ്, തെറ്റ് സംഭവിക്കാം. നാളെ അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ആൾക്കാർ ഇന്ന് അവനൊപ്പം ഉണ്ട്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ബിഷപ്പ് അങ്ങനെ സംസാരിച്ചത്? അതും ഒരു വൈദികൻ സംസാരിക്കുന്ന ഭാഷയല്ലായിരുന്നു അത്. അവൻ അവിടെ ഇതുവരെയും ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല. ഋതപ്പനെ കാണാനല്ലാതെ ഒരു കാര്യത്തിനും കിച്ചു അവിടെ പോയിട്ടില്ല. പോയതായിട്ട് ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല. പോകുന്ന സമയത്തെല്ലാം ഋതപ്പനെയും കൊണ്ട് പുറത്തു പോകുന്നു. ഇതേ രേഷ്മ പി തങ്കച്ചൻ്റെ അമ്മയുമായിട്ടാണ് ഒരിക്കൽ ഋതപ്പനെയും കൊണ്ട് കിച്ചു പുറത്തു പോയത്. അന്ന് രേഷ്മ പി തങ്കച്ചൻ്റെ ചേച്ചിയുടെ മക്കളും ഋതപ്പനും രേഷ്മ പി തങ്കച്ചൻ്റെ അമ്മയും കിച്ചും ഒക്കെ ആയിട്ട്, കിച്ചുൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഏതോ മാളിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ഒക്കെ സംഭവിക്കുന്നുണ്ട്. എന്നിട്ടും യാതൊരു നന്ദിയുമില്ലാതെ വന്നിരുന്നു പറയുന്നു ഋതപ്പനൊരു മിഠായി പോലും കിച്ചു വാങ്ങിച്ചു കൊടുത്തില്ല എന്ന്. അതൊക്കെ തെറ്റല്ലേ? അവൻ ചെയ്ത കാര്യം പോലും നിങ്ങൾ മറന്നാണ് സംസാരിക്കുന്നത്. ബിഷപ്പ് സംസാരിച്ചത് ഇപ്പോഴും ഞാൻ പറയുന്നു 100% തെറ്റാണ്. നിങ്ങളൊരു വൈദികനായല്ല സംസാരിച്ചത്, പകരം ഒരു കൊട്ടേഷൻ എടുത്തൊരു ഗുണ്ടയെ പോലെയാണ് അങ്ങനെ സംസാരിച്ചത്. കിച്ചു ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങും എന്നാണ് പറഞ്ഞത്. ഒരു വൈദികൻ്റെ നാവിൽ നിന്ന് വരേണ്ട വാചകങ്ങളല്ല അത്. ഒരിക്കലും ഒരു വൈദികൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ സംസാരിക്കുന്ന വൈദികരെ. അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെല്ലാം വളരെ സൗമ്യമായിട്ട് കാമൻ ക്വയറ്റായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇതൊരു കൊട്ടേഷൻ ഗുണ്ട സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്? ആർക്ക് വേണ്ടി? ആര് പറഞ്ഞിട്ട്? ഇതേ ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ബാക്കി കേൾക്കാം. ഓക്കെ, അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഇനിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കല്. റേണുവിന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഓൺലി ആൻഡ് ഓൺലി വൺ ചാൻസ് ഫ്രം ഗോഡ്. ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള രണ്ടാമത്തെ റീസൺ, രേഷ്മ പി തങ്കച്ചന് ഓൺലി വൺ ചാൻസ്
ഫ്രം ദ ഗോഡ് എന്നാണ് റൂഹി പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ വീഡിയോക്കകത്ത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്, ദുബായിൽ രേഷ്മ പി തങ്കച്ചൻ എന്തിനു പോയി, അവിടെ നടന്ന ഇടപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം തുറന്ന് സംസാരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത് സംസാരിച്ചാൽ ഇവരുടെ അസുഖം മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നി. പക്ഷേ ഞാനത് ഇഴകേറി പരിശോധിക്കാനോ വലിച്ചു കയറാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല. അത് സമയമാകുമ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ തെളിവായിട്ട് വരും. ഇന്നും അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഷോർട്ട് ഫിലിമിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട്, എല്ലാവരും കാണണമെന്ന് പറഞ്ഞിട്ട്, ഇന്ന് വൈകിട്ട് എന്തോ റിലീസാണെന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് അവരറിയാതെ പറഞ്ഞു പോയൊരു വാചകമുണ്ട്, എൻ്റെ അസുഖം ഞാൻ തിരിച്ചറിയുന്നതിന് മുൻപ് എഴുതി വെച്ച സ്റ്റോറിയാണ് ആ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിമർശിക്കാനൊന്നും വന്നതല്ല, പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾ പറയുന്നു 15 വയസ്സിൽ എൻ്റെ ബ്രസ്റ്റിലൊരു മുഴ കണ്ടു, അതാണ് ഇരുന്ന് ഈ ഒരു അസുഖത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. അത് ശരിയാണെങ്കിൽ കാലങ്ങളായിട്ട് നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു പ്രശ്നത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? നിങ്ങളത് ചികിത്സിക്കാൻ മടിച്ചു നിന്നു എന്ന് പറഞ്ഞു. വേറൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടു, 30 വയസ്സ് കഴിഞ്ഞ ആരും ഏത് സ്ത്രീയും ചെക്കപ്പ് നടത്താറുണ്ടെന്ന് പറഞ്ഞു. ആ ചെക്കപ്പിലൊന്നും, നിങ്ങൾക്കിപ്പോൾ 34 വയസ്സാണെന്നാണ് നിങ്ങൾ പറയുന്നത്, ആ ചെക്കപ്പിലൊന്നും ഈ പറയുന്ന പ്രശ്നം തിരിച്ചറിഞ്ഞില്ലേ? ചോദ്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇപ്പം ഞാനതൊന്നും ചോദിക്കുന്നില്ല. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ പറയുന്നു, ഈ അസുഖം തിരിച്ചറിയുന്നതിന് മുൻപാണ് നിങ്ങൾ ആ സ്റ്റോറി എഴുതിയത്, നിങ്ങളുടെ കൂട്ടുകാരിയോ ആരോ ആ സ്റ്റോറി എഴുതിയതെന്ന് പറയുന്നു. ആ ഷോർട്ട് ഫിലിമിൻ്റെ എന്താണ് സത്യം, എന്താണ് കള്ളം, ആരാണ് കള്ളം പറയുന്നത്, ആരാണ് സത്യം പറയുന്നത്, എനിക്കറിയില്ല. വേണ്ട, അവരവരുടെ വഴിക്ക് ജീവിച്ചോട്ടെ. പക്ഷേ വീണ്ടും പറയുന്നു, രേഷ്മ പി തങ്കച്ചനും ബിഷപ്പും ആരോ ആയിക്കോട്ടെ, ഇനി കിച്ചുവിൻ്റെ പുറകെ പോകരുത്. റൂഹി ജാൻ പറഞ്ഞ പോലെ ഇന്നലെ ഞാനും പറഞ്ഞു, കിച്ചുവിൻ്റെ പുറകെ പോകരുത്. അവനെ വിട്ടേക്ക്. അവനെ നിങ്ങൾ ഒന്നും കൊടുക്കണ്ട, നിങ്ങളുടെ വീടോ പറമ്പോ ഒന്നും അവന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അവനെ വെറുതെ വിട്ടേക്ക്, അവനെ ജീവിക്കാൻ വിടും. നിങ്ങളെ ഒരു രീതിയിലും അവനെ ഉപദ്രവിക്കാൻ വരുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ മാത്രമാണ് അവൻ ഒരു കാര്യം പുറത്ത് പറയുന്നത്. നിങ്ങൾ അവൻ അത്രയും തേജോവധം ചെയ്യുമ്പോഴാണ് ഒരു കാര്യം അവൻ പുറത്ത് പറയുന്നത്. അവൻ ആ വീഡിയോ, ഇപ്പോൾ ലാസ്റ്റ് അവൻ ചെയ്ത വീഡിയോ പോലും അവൻ ചെയ്യാൻ കാരണം എന്താണ്? ഏതോ ഒരുത്തൻ അവനെ വിമർശിച്ചിട്ട വീഡിയോ രേഷ്മ പി തങ്കച്ചൻ അവരുടെ പ്രൊഫൈലിൽ കൊളാബ് അക്സെപ്റ്റ് ചെയ്ത് ആ പ്രൊഫൈൽ വഴി അനേകായിരം ആൾക്കാർ കണ്ടു എന്ന് അവന് മനസ്സിലായപ്പോഴാണ് അവൻ അതിന് മറുപടി എന്നോണം ഒരു വീഡിയോ അവൻ ചെയ്തത്. ഇതുപോലെ അവനെ അങ്ങേയറ്റം ഹേർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവൻ്റെ പുറകെ പോകണ്ട, അവനെ വിട്ടേക്ക്, അവൻ ജീവിച്ചോട്ടെ, അവൻ ജീവിക്കട്ടെ. അവൻ ജീവിച്ചാൽ ഒരു പക്ഷേ നാളെ ഇപ്പോൾ 5 വയസ്സുള്ള ആ കുട്ടിക്കും ഒരു നല്ലതിനായിരിക്കും. അത്രമാത്രം അവൻ ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അത്രയൊക്കെ അവനെ എതിർത്ത് സംസാരിച്ചിട്ടും അവൻ ആ കുട്ടിയെ കാണാൻ വേണ്ടി ആ വീട്ടിൽ വരുന്നത്. ബാക്കി കേൾക്കാം. You have to speak everything what you know, what is happening in Dubai, what you know about എല്ലാ കാര്യങ്ങളും റീനുവിന് അറിയുന്നത് പറയണം. ഇതുവരെ പറയാൻ തോന്നിയിട്ടില്ലല്ലോ. കരിഷ്മയാണോ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്? Yeah, one time she said me, കരിഷ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു, സാത്താൻ സേവ സംതിങ് ഷീ ഡസ്, ഡു എവറിത്തിങ് കരിഷ്മ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെയ്യും. യു വിൽ സി. കരിഷ്മയോടും റീനുവിനോടുമാണ് ഞാൻ ഈ പറയുന്നത്. അറിയുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഉണ്ടല്ലോ നേരത്തെ പറയുന്നതല്ല, കുറെ കൊണ്ടുപോകില്ല ഇങ്ങനെ. ഈ കരിഷ്മ ഇടയ്ക്ക് അൽത്തു വ്ളോഗ്സിൽ ഞാൻ അൽത്തുവിനെ ഒരിക്കൽ ഒപ്പോസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്തോ അൽത്തു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അൽത്തു പിന്നെ ഇന്ന് സപ്പോർട്ട് ചെയ്യും, നാളെ ഒപ്പോസ് ചെയ്യും, അങ്ങനെ പോകുന്ന ഒരാളാണ്. ആ വീഡിയോ കണ്ടിട്ട് കരിഷ്മ അൽത്തുവിന് മെസ്സേജ് അയച്ചു. ആ മെസ്സേജൊക്കെ അൽത്തു അവൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് 100 രൂപയ്ക്ക് വേണ്ടി തെണ്ടേണ്ട ആവശ്യമൊന്നും രേഷ്മയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ, ഒരു ഓഡിയോ, കുറേ കാര്യങ്ങൾ. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ കേസിൻ്റെ വഴിക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കരിഷ്മയോട് ചോദ്യം ചോദിക്കട്ടെ, രേഷ്മ പി തങ്കച്ചൻ ഇപ്പോഴാണോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? ആണോ? അവർ എത്രയോ കാലമായിട്ട് ആ യൂട്യൂബ് ചാനൽ പേരിലുണ്ട്. എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും അവർ ആ ചാനലിൽ വീഡിയോ ചെയ്തില്ല? അതിലെ വരുമാനം കൊണ്ട് ജീവിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ ഓരോ റിയാക്ഷൻ വ്ളോഗേഴ്സും സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമായിരുന്നു, അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, അവർക്ക് കൊളാബറേഷൻസ് വരും, അവർക്ക് അതിലൂടെ ജീവിക്കാം, മാന്യമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാം. അവർക്ക് ഈ ഗോഷ്ടി കാണിച്ചും അല്ലെങ്കിൽ ചുണ്ട് കാണിച്ചും ഒന്നും ജീവിക്കേണ്ട അവസ്ഥ വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. അവർക്ക് മാന്യമായിട്ട് ജീവിക്കാം എന്ന് എത്രയോ വീഡിയോകളിൽ എത്രയോ റിയാക്ഷൻ വ്ളോഗേഴ്സ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും നിങ്ങളത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇപ്പോഴാണോ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം ഓർമ്മ വന്നത്? ശരിക്കും രേഷ്മ പി തങ്കച്ചൻ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് കരിഷ്മ തന്നെയാണ്. തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവരെ യൂസ് ചെയ്ത് ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് നിങ്ങളൊരൊറ്റ ഒരാളാണ്. കുറച്ചാൾ മുൻപ് ദുബായിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു സുഹൃത്ത് ഇന്ന് ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെയുള്ള ഒരാളുമാണ്. ഞാൻ ആ വീഡിയോ തപ്പി, പക്ഷേ കിട്ടിയില്ല. ഓക്കെ, കരിഷ്മ ഒന്നോർത്തോ, പല കാര്യങ്ങളും പുറത്തേക്ക് വരാനുണ്ട്, അത് സമയമാകുമ്പോൾ വരുമായിരിക്കും. കരിഷ്മ അൽത്തുവിനെ ഭീഷണിപ്പെടുത്തി അങ്ങെന്തോ ചെയ്ത് കളയുമെന്ന്, വീഡിയോ കളഞ്ഞില്ലെങ്കിൽ. ആ വീഡിയോ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഇവർക്ക് പൈസ ആവശ്യമില്ല. ഇനി കരിഷ്മ പറഞ്ഞ വേറൊരു പോയിന്റ്, രേഷ്മയ്ക്ക് ഇപ്പോൾ പൈസയുടെ ആവശ്യമില്ല, മന്ത്രിമാർ സഹായിക്കാനുണ്ട്, വേറെ വഴികളിൽ കൂടെയൊക്കെ സഹായങ്ങൾ വരുന്നുണ്ട് എന്നാണ് കരിഷ്മ പറഞ്ഞത്. ചിലതൊക്കെ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല. അവരുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനൊന്നും ചോദിക്കുന്നില്ല തൽക്കാലത്തേക്ക്. ബാക്കിയേക്ക്. Bishop, you are the one who disturbed me now. I was working and the workplace എനിക്ക് ഡിസ്റ്റർബൻസ് തന്നത് ബിഷപ്പാണ്. ഈ ഡിസ്റ്റർബൻസ് എനിക്ക് തന്നതിന് ബിഷപ്പ്
You don't think that I will leave you free? In our position ഇരുന്നിട്ട് എത്ര നാൾ പോകും നമുക്ക് കാണാം. You see that? ആ പൊസിഷനിലിരിക്കുന്ന ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റി അതെന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത്. Why you talking like a human, normal human being? Huh? You don't deserve that anymore. Beginning when you was talking towards Renu, ആ ടൈമിൽ എനിക്ക് മനസ്സിലായതാണ്, this bishop is not holy. You are not holy. എന്താ വിചാരിച്ചത്? എല്ലാവരും ഫാദറും ബിഷപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെവനിൽ എത്തുന്നു, ഗോഡിനെ കാണാൻ പറ്റുന്നു, ഗോഡിന്റെ പ്രസൻസ് കിട്ടുന്നു, ഇതൊക്കെയാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഹോളി ആണെന്നോ? നോ വേ മാൻ, നോ. ആൻഡ് യു ആർ നോട്ട്, എസ്പെഷ്യലി യു ബിഷപ്പ്, യു ആർ നോട്ട് ഹോളി. ഓക്കെ, ഇനി ഇവിടുന്ന് ഞാൻ ഈ പറഞ്ഞ ഈ സെക്കൻഡ് ഫ്രം ഹിയർ ടു നെക്സ്റ്റ്, യു സീ ഹൗ യു ആർ മൂവിങ് ഫോർവേഡ് യുവർ ലൈഫ്. വെരി സൂൺ ആ ബിഷപ്പിന്റെ പൊസിഷൻ എടുത്തു മാറ്റും. ഓക്കെ, ബി റെഡി ഫോർ ദാറ്റ്. ബിഷപ്പ് ആ കുട്ടിയുടെ ക്വാളിറ്റി വിളിച്ച് പറയുന്നത് കേട്ടു ഞാൻ. ബിഷപ്പിന്റെ ക്വാളിറ്റീസ് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണ്ട. റേണു, ഫൈനൽ ചാൻസ് റേണുവിന് ഒരാളുടെ പിറകെ പോവാൻ നിൽക്കരുത്. റേണുവിന്റെ മകന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഋതപ്പന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ലിവ് വിത്ത് യുവർ സൺ, റേണു, ചേഞ്ച് യുവർ സെൽഫ്. You have to change yourself. പറയാനുള്ളതെല്ലാം പറ. കരിഷ്മയാണ് വായ പൂട്ടിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും തീർക്കും. കേട്ടല്ലോ? നോട്ട് ഓൺലി യു റേണു കാണും ബിഷപ്പിന് എന്ത് സംഭവിക്കുന്നു, കരിഷ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നു, എല്ലാം ഞാൻ റേണുവിനെ കാണിച്ചു തരാം. ഓക്കെ റേണു? എന്നിട്ട് റേണു വാ തുറക്ക്. I will give you time till then. റേണു, ബിഷപ്പ് is a bishop. ആരെന്ത് പറഞ്ഞാലും ബിഷപ്പിനൊന്നും ആവില്ല. Renu, then Karishma is doing something. Seva, I don't know what is that. എല്ലാവരും പ്രേയർ ചെയ്യും. ഓക്കെ, അപ്പോൾ സത്യം എന്നായാലും പുറത്തു വരും, എന്നായാലും സത്യത്തിന് ജയം ഉണ്ടാവും. ഇന്ന് സത്യം കിച്ചുവിൻ്റെ കൂടെയാണ്. സോ ഞാനതുകൊണ്ട് കിച്ചുവിനൊപ്പം നിൽക്കുന്നു. നാളെ കിച്ചുവിൻ്റെ ഭാഗത്ത് തെറ്റ് കണ്ടാൽ അതൊന്നുകിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും, ഇല്ലെങ്കിൽ ശക്തമായ ഭാഷയിൽ തന്നെ എതിർത്ത് സംസാരിക്കും. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഹൈപ്പ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.